തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിൽ വെച്ച് തൈറോയ്ഡ് ശസ്ത്രക്രിയ നടന്ന സുമയ്യ, അതിൽ ഗൈഡ് വയർ കുടുങ്ങിയിട്ട് ഏകദേശം 1 വർഷത്തിന് ശേഷമാണ് വിദഗ്ധ ചികിത്സയുമായി ബന്ധപ്പെട്ട് പോയപ്പോഴാണ് ഈ ഗൈഡ് വയർ കുടുങ്ങിയതായി അറിഞ്ഞത്. അതിനുശേഷം ഇതുവരെയും സർക്കാരുമായി ബന്ധപ്പെട്ട് ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട് പല പരാതികൾ കൊടുത്തു. അതിനുശേഷം ഇതുവരെ ഒരു ഇടപെടൽ നടത്താത്തതിൻ്റെ പേരിൽ സർക്കാരിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ മാധ്യമപ്രവർത്തകരെയൊക്കെ വിളിച്ചുകൂട്ടി സുമയ്യ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ സുമയ്യ വിശദീകരിക്കും. എന്തായാലും സുമയ്യ മാത്രമല്ല, കേരളത്തിൽ ഉടനീളം ഇത്തരം നമുക്കറിയാം, നിലവിൽ ഈ ചികിത്സാ പിഴവ് സംഭവിച്ച ആളുകൾ നിരന്തരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഉടനീളം കാണുന്നുണ്ട്. സുമയ്യക്ക് ഏകദേശം 50 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ഗൈഡ് വയറാണ് ഇപ്പോഴും നെഞ്ചിനുള്ളിൽ ഉള്ളത്. അത് എടുക്കുന്നതിന് വേണ്ടി പല പ്രാവശ്യവും മെഡിക്കൽ കോളേജ് വിദഗ്ധ ഡോക്ടർമാർ ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അവസാനം ഇതെടുക്കാൻ സാധിക്കില്ല എന്ന രീതിയിലോട്ട് മാറിക്കഴിഞ്ഞു. ഏകദേശം 3 മാസമായി ഈ എടുക്കാനുള്ള ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി, പക്ഷെ അത് നടന്നില്ല. അതിനുശേഷം ഇതുവരെയും സർക്കാരും ആരോഗ്യവകുപ്പും സുമയ്യയുമായിട്ട് അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഇടപെടൽ നടത്തിയില്ല. അതുകൊണ്ട് സുമയ്യക്ക് നഷ്ടപരിഹാരവും അതോടൊപ്പം സർക്കാർ ജോലിയും അത് തന്നെയാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്. അത് തീർച്ചയായും കിട്ടണം. അതിനുവേണ്ടി ഇപ്പം കോടതിയിൽ നാളെ കേസ് ഫയൽ ചെയ്യാം. നിലവിൽ സുമയ്യ ഇനി ലൈഫിൽ, അതായത് ഇനി എടുക്കാൻ സാധിക്കില്ല എന്ന് മെഡിക്കൽ കോളേജ് പറയുകയും ചെയ്തു. അത് 1 കോടി എന്നതല്ല, മറിച്ച് സുമയ്യയുടെ ലൈഫ്, ജീവിതം അവസാനം വരെയും സർക്കാരിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. അതിൻ്റെ ഒരു തുകയായിരിക്കും വക്കീൽ, നിലവിൽ നമ്മുടെ കേസ് പറഞ്ഞ വക്കീലാണ് അത് ചെയ്തിട്ടുള്ളത്. സർക്കാർ ജോലിയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. സർക്കാർ ജോലിയാണ്, നഷ്ടപരിഹാരവും സർക്കാർ ജോലിയും അത് ഉറപ്പായിട്ടുണ്ടാവണം. സർക്കാർ എന്താണ് തീരുമാനം എടുക്കുന്നത് അറിയണമല്ലോ. ഇതുവരെയ്ക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഒരുപാട് ബുദ്ധിമുട്ടിൽ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഇപ്പോഴും ഉണ്ട്. ഇതുവരെയ്ക്കും സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു ഇടപെടലും ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. പറ്റിയിട്ടുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ പറഞ്ഞിട്ട് പോലും യാതൊരു നടപടി, അതായത് ഇത് ആരാണ് ചെയ്തെന്നുള്ളത് കൃത്യമായിട്ട് ആരോഗ്യവകുപ്പിന് അറിയാം. പക്ഷെ ഇതുവരെയും ആ ഡോക്ടറിനെതിരെ യാതൊരുവിധ നടപടി എടുക്കാൻ വേണ്ടി സർക്കാരിനോ ആരോഗ്യവകുപ്പ് മന്ത്രി യാതൊരു ഇടപെടൽ നടത്തിയിട്ടില്ല. നമ്മളൊക്കെ കണ്ടതാണ്, നിയമസഭയ്ക്കകത്ത് ഈ വിഷയം പറയുകയും അബദ്ധം പറ്റിപ്പോയതാണ്, ഡോക്ടർമാർക്ക് അബദ്ധം പറ്റിപ്പോയതാണെന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ട് പോലും മന്ത്രി ഒരു ഇടപെടലോ ഇതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിന്റെ നടപടി എടുത്തിട്ടില്ല എന്നത് വളരെ ഗൗരവമായ സംഗതിയാണ്. ഇപ്പോഴും ആ ഡോക്ടർ ജനറൽ ഹോസ്പിറ്റലിൽ ആളുകളെ ചികിത്സിക്കുന്നു. ഡോക്ടർ രാജീവ് കുമാർ, ജനറൽ സർജറി, ജനറൽ ഹോസ്പിറ്റൽ, അത് കഴിഞ്ഞ 3 മാസം മുമ്പ് ഇത് എടുക്കുന്നതിനുള്ള ഇടപെടൽ നടത്തിയത്. അപ്പോൾ അതില് സംഭവം എടുക്കാൻ സാധിക്കില്ല എന്ന് ഡോക്ടർമാർ അവസാനം ശ്രമിച്ചിട്ട് നടന്നില്ല. കാരണം ഗൈഡ് വയറിന്റെ 2 ഭാഗങ്ങളായിട്ട് നമ്മുടെ വെയിനോട് ചേർന്ന് അത് ഒട്ടി അതായിട്ടുണ്ട്. ഇനി അത് സർജറി ചെയ്ത് ഓപ്പൺ സർജറി, അത് ക്രിട്ടിക്കൽ സ്റ്റേജിലോട്ട് പോകും. ഒരിക്കലും അവർക്ക് ഉറപ്പ് പറയാൻ പറ്റൂല എന്ന് പറഞ്ഞു. അത് ചെയ്യാനുള്ള ഇത് കുടുംബത്തിനില്ല. അങ്ങനെ അല്ലെങ്കിൽ സംഭവിച്ചു പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അത് എടുക്കാൻ പറ്റില്ലെന്ന് അവസാനം ഡോക്ടർമാർ പറഞ്ഞ് ഇവിടെയാണ് നമ്മൾ ചെയ്തത്. അതാണ് ഈ 3 മാസം ഗ്യാപ്പ്, അതായത് കഴിഞ്ഞ 2 മാസം മുമ്പ്. അപ്പൊ അതിനുശേഷം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെയും ആരും യാതൊരു ഇടപെടൽ ആരോഗ്യവകുപ്പോ, കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് തന്നെ നമുക്ക് കിട്ടി. കാരണം 3 മാസം മുമ്പ് സർജറി കഴിഞ്ഞ് ഗൈഡ് വയർ എടുക്കാനുള്ള ശ്രമം നടത്തിയ സമയത്ത് നമ്മൾ പറഞ്ഞു പൂർണ്ണമായ ഒരു റിപ്പോർട്ട് മെഡിക്കൽ ബോർഡിൽ നിന്ന് ഉണ്ടാവണമെന്ന് പറഞ്ഞു. റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് രേഖാമൂലം അപേക്ഷ കൊടുക്കുകയും ചെയ്തു. കൊടുത്ത് 3 മാസത്തിന് ശേഷമാണ് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് അത് കഴിഞ്ഞ 1 മാസം മുമ്പാണ് റിപ്പോർട്ട് കിട്ടിയത്.